ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ പോലീസായി കേരള പോലീസ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ രൂപാന്തരപ്പെടുകയാണ്. പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനകീയവും സുതാര്യവുമായ സേവന കേന്ദ്രമാക്കി മാറ്റുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് തുടക്കമായി. പരാതിയുമായി എത്തുന്ന ഏതൊരാൾക്കും ആത്മവിശ്വാസത്തോടെയും സമാധാനത്തോടെയും മടങ്ങാനാകുന്ന ഒരു മികച്ച അന്തരീക്ഷം ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്. നമ്മുടെ സമൂഹത്തിൽ വരുന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനനുസൃതമായി ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായിരിക്കുന്ന വൻപിച്ച മാറ്റത്തിന് അനുസൃതമായി കേരള പോലീസിൻ്റെ പ്രവർത്തനങ്ങളിലും സമൂലമായ മാറ്റം അനിവാര്യമാണ്. ജനസൗഹൃദ പോലീസായി കേരള പോലീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മൈ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ആരംഭിക്കുന്നത്. പോലീസ് സംവിധാനത്തെ ജനങ്ങളുമായി ചേർത്ത് നിർത്തുക, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുക, ഇതാണ് പോലീസിനെ കൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമായിരുന്നു ഒരു കാലത്ത് പോലീസ്. ഇന്ന് ജനസേവകരായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ പോലീസായി കേരള പോലീസ് മൈ പോലീസ് സ്റ്റേഷനിലൂടെ രൂപാന്തരപ്പെടുകയാണ്. ജനങ്ങളെ കൂടുതൽ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനുകളുടെ അകവും പുറവും മാറുകയാണ്. 484 പോലീസ് സ്റ്റേഷനുകളും കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരേ പെയിന്റ്, ഒരേ രീതി, ഒരേ പ്രവർത്തനം, ഒരേ ശൈലി, അതിനുള്ള നിർദ്ദേശമാണ് DGP നൽകിയത്. ഇന്ന് കേരളത്തിൽ സന്തോഷത്തോടെ പറയട്ടെ, എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഒരേ കളറിലുള്ള പോലീസ് സ്റ്റേഷനുകളായി മാറുകയാണ്. 484 പോലീസ് സ്റ്റേഷനുകളും കളറ് മാറുക മാത്രമല്ല, പ്രവർത്തനത്തിലും മാറ്റം വരികയാണ്. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് വടകര പോലീസ് സ്റ്റേഷനിൽ തത്സമയം സംപ്രേഷണം നടത്തി. മുഴുവൻ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ ജനകീയവും സുതാര്യവുമാക്കുക, സ്റ്റേഷനുകളിലെത്തുന്ന സാധാരണക്കാരായ പൗരന്മാരുടെ അന്തസ്സ് പൂർണ്ണമായും സംരക്ഷിക്കുക, സാങ്കേതികവിദ്യ പരമാവധി ഉപയോഗപ്പെടുത്തി സേവനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളൊരു പുതിയ സംരംഭത്തിന് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചിരിക്കുക. ഞാൻ കരുതുന്നത് കഴിഞ്ഞ 75 ദിവസം കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തൂഫാൻ ആഞ്ഞടിച്ചതുപോലെ മൈ പോലീസ് സ്റ്റേഷനിൽ ഒരു പുതിയ സംസ്കാരമായി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാക്കാൻ, പോലീസിന് സ്ഥാനമുണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ പദ്ധതിയായി തീരുമെന്നുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 മാസം തികയുന്നതിന് മുൻപാണ് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ മയക്കുമരുന്നിനെതിരായ ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ഡ്രഗ് ഹണ്ട് നടക്കുന്നത്. ഇന്ന് മറ്റു സംസ്ഥാനങ്ങൾ പോലും മാതൃകയായി ആ പദ്ധതിയെ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവരെല്ലാം പൂർണ്ണമായ സഹകരണമാണ് അതിന് വാഗ്ദാനം നൽകിയത്. തീർച്ചയായും മയക്കുമരുന്നിൽ നിന്ന് കേരളത്തിൻ്റെ യുവത്വത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിൻ്റെ ശ്രമങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായി മാറുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പോലീസിനെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ വളരെ വളരെ വ്യത്യസ്തമാണ്. വർഷങ്ങളായി പോലീസ് ഒരു ഭയമാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത്. പഴയ മലയാള സിനിമകളിലെ ഹേഡ് കുട്ടമ്പിള്ള എന്നൊരു കഥാപാത്രമുണ്ട്. സ്ഥിരം ടിപ്പിക്കൽ കഥാപാത്രമാണ്. റോട്ടിൽ ഈ 7 കുട്ടമ്പിള്ള ഇറങ്ങിയാൽ, അന്ന് ഹാഫ് നിക്കറാണ് അന്ന് ഉള്ളത്, ആ നിക്കറുമായിട്ട് വലിയ കൊമ്പം മീശയൊക്കെ പിരിച്ച് 7 കുട്ടമ്പിള്ള ഇറങ്ങുമ്പോഴേക്കും റോഡിലരികിൽ നിൽക്കുന്ന ആളുകളെല്ലാം ഓടി അകത്ത് വീട്ടിൽ കയറി എല്ലാ ഡോറടയ്ക്കും. അങ്ങനെ ഒരു ആളുകളുടെ പേടി സ്വപ്നമായിട്ടാണ് പോലീസിനെ പഴയ കാലത്തിൽ നമ്മുടെ ചെറുപ്പത്തിലെല്ലാം സിനിമകളിലൂടെയെല്ലാം അവതരിപ്പിച്ചിരുന്നത്. അതിൽ നിന്നെല്ലാം മാറി പോലീസ് ഒരു സുഹൃത്താണ്, നമുക്ക് ഒരു സഹായം വേണ്ടി വരുമ്പോൾ ഓടിയെത്തുന്നൊരു ബന്ധുവാണ് എന്നുള്ള നിലയിലേക്ക് കേരള പോലീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രമമാണ് മൈ പോലീസ് സ്റ്റേഷൻ. എൻ്റെ പോലീസ് സ്റ്റേഷനാണിത്. എനിക്ക് സംരക്ഷണം നൽകുന്ന, എനിക്ക് തണൽ നൽകുന്ന, എന്നെ ചേർത്ത് നിർത്തുന്ന, എനിക്കൊരു സങ്കടം വരുമ്പോൾ എൻ്റെ കൂടെ ഓടിയെത്തുന്നതാണ് പോലീസ് എന്നുള്ളൊരു പുതിയ ആധുനിക കാലത്ത് ഏറ്റവും മോഡേൺ കൺസെപ്റ്റാണ് ഈ മൈ പോലീസ് സ്റ്റേഷനിലൂടെ
സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഞാൻ ഈ പ്രധാനപ്പെട്ട പദ്ധതി നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയെയും പോലീസ് സേനയിലെ നേതൃത്വത്തെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. എല്ലാവർക്കും സൗഭാഗ്യ ലോട്ടറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഓണസമ്മാനം, ഒന്നാം സമ്മാനം 30 കോടി. കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ വേറെയും. വിവിധ ജില്ലകളുടെ ഓണം ബമ്പർ ഞങ്ങളുടെ പ്രത്യേകത. കുറ്റ്യാടി, തലശ്ശേരി, പെരിങ്ങത്തൂർ, വടകര, മാഹിപ്പാലം, കുഞ്ഞിപ്പള്ളി എന്നിവിടങ്ങളിലായി 15 ശാഖകളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. നിങ്ങളുടെ ഭാഗ്യം കാത്തിരിക്കുന്നു. ടിക്കറ്റുകൾ ഞങ്ങളിൽ നിന്നും വാങ്ങൂ, ഞങ്ങളോടൊപ്പം വളരും.